ഒരു കാർ 36 കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കുന്നു. ഈ കാർ 2 സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിക്കും? നമുക്ക് കാറിൻ്റെ വേഗത തന്നിട്ടുണ്ട്, എടുക്കുന്ന സമയം തന്നിട്ടുണ്ട്, ദൂരമാണ് കാണേണ്ടത്. ദൂരം കാണാൻ സൂത്രവാക്യം വേഗത ഇൻറ്റു സമയമാണ്. വേഗതയും സമയവും കൂടി ഗുണിക്കുകയാണ് വേണ്ടത്. പക്ഷേ ഇവിടെ യൂണിറ്റ് വ്യത്യാസമുണ്ട്. വേഗതയിൽ കിലോമീറ്റർ പ്രതി മണിക്കൂറാണ്, ഇവിടെ സെക്കൻഡാണ്. അപ്പോൾ നമുക്ക് ഈ കിലോമീറ്റർ പ്രതി മണിക്കൂർ, അതായത് വേഗത 36 കിലോമീറ്റർ പ്രതി മണിക്കൂറാണ്. ഇതിനെ നമുക്ക് 5/18 എന്ന സ്ഥിരസംഖ്യ കൊണ്ട് ഗുണിക്കുക. 36നെ 5/18 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇത് വെട്ടിപ്പോയിട്ട് ഇവിടെ 2 വരും. 2 × 5 10. ഈ 5/18 കൊണ്ട് ഗുണിക്കുന്നത് കിലോമീറ്റർ പ്രതി മണിക്കൂർ എന്ന യൂണിറ്റിനെ മീറ്റർ പ്രതി സെക്കൻഡിലാക്കാനാണ്. ഈ 5/18 സ്ഥിരസംഖ്യയാണ്. നമ്മൾ കിലോമീറ്റർ പ്രതി മണിക്കൂറിലുള്ള വേഗതയെ മീറ്റർ പ്രതി സെക്കൻഡിലാക്കാനാണ് നമ്മൾ 5/18 കൊണ്ട് ഗുണിക്കുന്നത്. ഇപ്പോൾ യൂണിറ്റ് മീറ്റർ പ്രതി സെക്കൻഡായി. എത്രയാണ് വേഗത? 10 മീറ്റർ പ്രതി സെക്കൻഡ്. സമയവും 2 സെക്കൻഡ് പെർ സെക്കൻഡ് ഒരേ യൂണിറ്റായി. ഇനി നമുക്ക് ദൂരം കാണണം. ദൂരം കാണാനുള്ള സൂത്രവാക്യം വേഗത ഇൻറ്റു സമയം. വേഗത എത്രയാണ്? 10 മീറ്റർ പ്രതി സെക്കൻഡ് ഇൻറ്റു സമയം 2 സെക്കൻഡ്. ഗുണിക്കുമ്പോൾ 10 × 2 20. ദൂരം 20 എന്തായിരിക്കും? മീറ്റർ ആയിരിക്കും. കാരണം വേഗത മീറ്റർ പ്രതി സെക്കൻഡാണ്. അപ്പോൾ സഞ്ചരിച്ച ദൂരം 20 മീറ്റർ. ഫൈൽ